നമസ്കാരം. ഭാരതത്തിനെതിരെ ഭാരതത്തിന് പുറത്തും ഭാരതത്തിനകത്തും നിരവധി ശക്തികൾ പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പലപ്പോഴായി തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. തത്വമയി ന്യൂസ് മാത്രമല്ല, ദേശീയതയോട് അടുത്ത് നിൽക്കുന്ന ഒരുവിധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം, ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വിവരങ്ങൾ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള പേരിൽ അവരെ പൊതുവെ വിശേഷിപ്പിക്കുമെങ്കിലും ജോർജ് സോറോസ്, അമേരിക്കയിലെ ചില ശക്തികൾ, ഇവർ പലരാണ്. പക്ഷേ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നാണ്. അവരുമായി സഹകരിച്ചു പോകുന്ന പ്രധാനമായും കോൺഗ്രസിനെ മുൻനിർത്തിയിട്ടുള്ള ഇടത് ജിഹാദി ആവാസ വ്യവസ്ഥകൾ ഉൾപ്പെട്ട പല ശക്തികളും ഭാരതത്തിനകത്തുണ്ട്. എന്നാൽ പോലും പലപ്പോഴും സാധാരണക്കാർക്ക് ഇവരെങ്ങനെ ഇതിനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയൊരു കുഴപ്പവും അതാണ്. കുഴപ്പമെന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു കുഴപ്പവും അതാണ്. കാരണം ഇവരുടെ രീതികൾ പ്രത്യക്ഷമായി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ഉദാഹരണങ്ങൾ വരും. നാം ഒന്ന് ശ്രദ്ധയോടെ ജാഗ്രതയോടെ ചില വാർത്തകൾ ശ്രദ്ധിച്ചാൽ ചില ബന്ധങ്ങൾ തെളിയാതെ തെളിഞ്ഞു വരും. അല്ലെങ്കിൽ നേർത്ത ബന്ധങ്ങൾ, ഒരു താമര നൂലിനേക്കാൾ നേർത്ത ബന്ധം, എന്നാൽ വലിയ ഉരുക്കിനേക്കാൾ ശക്തിയുള്ള ഒരു ബന്ധം തെളിഞ്ഞു വരും. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഏതൊക്കെയോ റിസർച്ച് ഗവേഷണശാലകളും എല്ലാം ചേർന്ന് ഭാരതം നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയില്ലായിരുന്നെങ്കിൽ സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ടൊരു സ്ഥാനത്തെത്തിയേനെ എന്നുള്ളൊരു ഗവേഷണ പ്രബന്ധമോ ഒരു അഭിപ്രായമോ പുറത്തുവിടുന്നു. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു പ്രസ്താവന ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പുറത്തു വരുന്നു. ഭാരതത്തിലെ 99% ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2004 മുതൽ 2014 വരെ അല്ലെങ്കിൽ 13 വരെയുള്ള കാലഘട്ടമായിരുന്നു ഭാരതത്തിന് സാമ്പത്തികമായ സുവർണകാലം. സോണിയാഗാന്ധിയുടെ വായിൽ നിന്നാണ് ഈ പ്രസ്താവന വരുന്നത്. ഇത് തമ്മിലുള്ളൊരു സമാനത, ഇത് പുറത്തു വരുന്നതിൻ്റെ അപ്പുറത്തൊരു റിസർച്ച് പുറത്തു വരുന്നു. ഇവിടെ സോണിയാഗാന്ധി പ്രതികരിക്കുന്നു. അതിൻ്റെ ഒരു സമയക്രമം ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള ഗൂഢശക്തികളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വ്യക്തമാകും. പലപ്പോഴും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ പ്രതികരണങ്ങൾക്ക് തൊട്ടു മുൻപ് ഏതെങ്കിലും അന്താരാഷ്ട്ര സംഘടന ഭാരതത്തെക്കുറിച്ച് മോശമായിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടും. ഇതെല്ലാം സ്ഥിരം സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെ നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കില്ല. കാരണം അമേരിക്കയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിനെയോ അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തു വരുന്നതിനെയോ നാം എന്ത് ചെയ്യാനാണ്? അവിടെ പോയി മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ അസഭ്യം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. സോണിയാഗാന്ധിയുടെ വാക്കുകളെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കുമോ? തടയുവാൻ സാധിക്കില്ല, പ്രതിരോധിക്കുവാൻ സാധിക്കും. തടയാൻ സാധിക്കാത്തതിൻ്റെ കാര്യം ജനാധിപത്യപരമായിട്ടുള്ളൊരു അവകാശം, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ പാർട്ടിക്ക്, അവരുടെ രാഷ്ട്രീയ കക്ഷിക്ക് നമ്മുടെ രാജ്യത്ത് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പ്രതിരോധിക്കുവാൻ സാധിക്കും. അതിനാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു സംവിധാനമുള്ളത്. തിരഞ്ഞെടുപ്പ് എന്നുള്ള സംവിധാനത്തിൽ നിന്ന് ഇനി തനിക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് കരുതി രാജ്യസഭയിലേക്ക് അവർ മാറിയെങ്കിൽ പോലും അവരെ തിരഞ്ഞെടുക്കേണ്ട MLA-മാരെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാമല്ലോ. അവർക്ക് പരാജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രതിരോധം. അടിസ്ഥാനപരമായിട്ട് ഈ ഗൂഢശക്തികളെ തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ പ്രധാന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിലുള്ളൊരു ഗവേഷകശാലയെ പരസ്യമായി നമുക്ക് തള്ളിക്കളയാം. മണ്ടത്തരമാണ് ഈ പറഞ്ഞതെന്നുള്ളത് കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിക്കാം ലോകത്തെ. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അവരെ തടയുക സാധ്യമല്ല. പക്ഷേ അവരെ പ്രതിരോധിക്കുവാനായി സർക്കാരിനേക്കാളും ഏറ്റവും ഉപയോഗപ്രദമായി രാജ്യത്തിന് വന്നു ഭവിക്കുന്നത് സാധാരണക്കാരാണ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഇന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലും നമുക്കൊരു മാധ്യമ പ്രവർത്തകനാകുവാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മീഡിയ. വിരൽത്തുമ്പിലാണ് നമ്മുടെ റിപ്പോർട്ടിംഗ്. ആ റിപ്പോർട്ടിങ്ങിലുള്ള സത്യസന്ധത, ദേശീയതയോടുള്ള മമത, ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് പുലർത്തിയാൽ അസഭ്യമൊന്നും പറയേണ്ട. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ പ്രചരിപ്പിക്കുക. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ എതിർപ്പുകൾ പ്രകടിപ്പിക്കുക. കഴിയുമെങ്കിൽ ഒരല്പം കൂടി ഗവേഷണം നടത്തി എന്താണ് ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് 4-5 വരികളിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അത് എത്ര പേർ കണ്ടു, എത്ര പേർ ലൈക്ക് ചെയ്തു, ഇതൊന്നും വിഷയമാകാതിരിക്കുക. കാരണം ഒരു ജനകീയ പ്രതിരോധമാണ് ഇത്തരത്തിലുള്ള
ദുഷ്ടശക്തികൾക്കെതിരെ. ദുഷ്ടശക്തികളെന്ന് തന്നെ വിളിക്കണം അവരെ. കാരണം രാജ്യത്തിനെതിരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയായി അത് മാറിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ കാര്യത്തിൽ. കാരണം ഭാരതത്തെ സംബന്ധിച്ച് വലിയ ലക്ഷ്യങ്ങളോടു കൂടിയാണ്, വലിയ നിഗൂഢ ലക്ഷ്യങ്ങളോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു വശത്ത് പാറ്റകളെന്നുള്ള ഒരു ആഭാസ സംഘം പൊങ്ങി വരുന്നു. ജെൻസി കലാപങ്ങൾ തുടരെ തുടരെ ഭാരതത്തിൽ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഓരോന്ന് പരാജയപ്പെടുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നു. സെപ്റ്റംബർ 5-ാം തീയതി വീണ്ടും ജെൻസി തെരുവിലിറങ്ങും. അതിനപ്പുറത്തേക്ക് ദില്ലിയിൽ തെരുവിൽ കാണാം. 15 ദിവസങ്ങൾ സമയം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ബ്രിക്സ് ഉച്ചകോടി ഭാരതത്തിൽ നടക്കുന്നതിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ തീയതി അടുക്കുന്നതോടുകൂടി തെരുവുകൾ, ദില്ലിയിലെ തെരുവുകൾ കലുഷിതമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നു. അതിന് പിന്തുണയുമായിട്ടോ അല്ലെങ്കിൽ അതിനെ മറുവശത്ത് ആളിക്കത്തിക്കുന്ന തരത്തിലോ കോൺഗ്രസ് മുന്നോട്ടിറങ്ങും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഈ ജന്തർ മന്ദറിൽ ഈ സമരാഭാസം നടക്കുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിൽ മുൻപിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചെന്ന് കാണിച്ച തോന്നിയവാസങ്ങൾ ഓർമ്മ കാണും. ഇതിൻ്റെ എല്ലാം തമ്മിലുള്ളൊരു ബന്ധം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ ഒന്ന് ജാഗരൂകരായി നാം ശ്രദ്ധിച്ചാൽ ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആ മനസ്സിലാകലാണ്, ആ തിരിച്ചറിയലാണ് നമ്മെ പ്രതിരോധത്തിലേക്ക് നയിക്കേണ്ടത്. ആ പ്രതിരോധം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാറ്റകളുടെയോ രാഹുൽ ഗാന്ധിയുടെയോ കരണം നോക്കി പൊട്ടിക്കുക എന്നുള്ളതല്ല പ്രതിരോധം. അത് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രതിരോധമല്ല. അത് അക്രമത്തിൻ്റെ പാതയാണ്. എന്ന് വെച്ച് ഗാന്ധി മാർഗം തിരഞ്ഞെടുക്കണമെന്നുള്ളതല്ല. ഈ മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലുവാൻ വന്നാൽ ഹിന്ദുക്കൾ ചെയ്യേണ്ടത് സമാധാനപരമായി കൊല്ലപ്പെട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ള രീതിയുമല്ല. പ്രതിരോധം കൃത്യമായി നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ വീഡിയോകളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം. അതിനുള്ള അവകാശം നിങ്ങൾക്കുമുണ്ട്. അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യപരമായിട്ടുള്ള മാർഗം സ്വീകരിച്ച് ഓരോരുത്തരും സ്വയം ഒരു മാധ്യമ പ്രവർത്തകരായി മാറുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഗൂഢശക്തികൾക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധവും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രഹരവും. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും മൊഴിയൂ എന്നുള്ളൊരു ബോധം വിട്ടേക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യട്ടെ, എനിക്ക് ഇതിനൊന്നും നേരമില്ല എന്നുള്ള ധാരണയും വിട്ടേക്കുക. കാരണം നിങ്ങളുടെ കൂടി രാഷ്ട്രമാണ്, നിങ്ങളുടെ വരും തലമുറയുടെ രാഷ്ട്രമാണ്. നിങ്ങൾ അവർക്ക് വിട്ടിട്ട് പോകേണ്ട ഒരു സമ്പത്താണിത്. ആ സമ്പത്ത് നിങ്ങളുടെ ഒരു അനാസ്ഥത കാരണം, അലസത കാരണം നശിച്ചു പോയാൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ വരും തലമുറയോട് നമ്മുടെ ആത്മാക്കൾക്ക് സമാധാനം പറയേണ്ടി വരും. അത് എങ്ങനെ സമാധാനം പറയുമെന്നുള്ളതിൻ്റെ ഭൗതിക അല്ലെങ്കിൽ ആത്മീയ ചർച്ചയിലേക്ക് ഇപ്പോൾ കടക്കണ്ട. ഒരു ആലങ്കാരികമായിട്ടാണെങ്കിലും കണ്ടാൽ മതി. പക്ഷേ ഓരോരുത്തരും ഓരോ മാധ്യമ പ്രവർത്തകരാകുക. ഏറ്റവും ചുരുങ്ങിയത് കമൻറ്റുകളിലൂടെ നിങ്ങൾക്ക് ഇത്തരം വാർത്തകളുടെ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. വ്യക്തമായ അഭിപ്രായങ്ങൾ, അസഭ്യങ്ങളല്ല. നിങ്ങളുടെ എതിർപ്പ് അറിയിക്കുക. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കാം, അത് പുറത്തു കൊണ്ടുവരാം. മറ്റൊരാളെയെങ്കിൽ ഒരാളെ അറിയിക്കാം. അതിനുള്ള സംവിധാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വസ്തു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ എന്നുള്ളത് അങ്ങേർക്ക് ചെയ്യാനുള്ളത് അങ്ങേര് ചെയ്യാറുണ്ട് എന്നത് നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത് പറയുന്നത്, നരേന്ദ്രമോദിജിയുടെ കാര്യമാണ് പറയുന്നത്. പുള്ളിക്ക് ചെയ്യാനുള്ളതെല്ലാം പുള്ളി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രതിരോധം ഒരുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും, അത് ഡിജിറ്റലൈസേഷനാണെങ്കിലും ഇത്തരത്തിലുള്ള വിവരസാങ്കേതിക വിദ്യ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന കാര്യത്തിലാണെങ്കിലും അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനി എടുത്തൊന്ന് ഉപയോഗിച്ചാൽ മതി. മുൻപിൽ സദ്യ വിളമ്പി വെച്ചിട്ടുണ്ട്, ഒന്ന് വാരി ഉണ്ടാൽ മതി നിങ്ങൾ. അതും ഇനി ആരെങ്കിലും വാരി വായിലേക്ക് വെച്ച് തരണമെന്നുള്ളൊരു മനോഭാവം അവസാനിപ്പിക്കുക. പ്രത്യേകിച്ച് ഞാനും നിങ്ങൾ ഉൾപ്പെട്ട മലയാളി സമൂഹത്തിന് വലിയൊരു അലസതാ മനോഭാവമുണ്ട്. ആ അലസതാ മനോഭാവം വെടിയേണ്ട സമയമായിരിക്കുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നൊരു കാര്യമാണ്, 2026 മുന്നോട്ട് പോകുന്ന ഓരോ ദിവസങ്ങളും ഒട്ടും സുഖകരമായ സാഹചര്യങ്ങളായിരിക്കില്ല ഭാരതത്തെ സംബന്ധിച്ച് കൊണ്ടുവരുവാൻ പോകുന്നത്. അതിനെതിരെ ഒരു ജനകീയ പ്രതിരോധം തീർത്തേ മതിയാകൂ. അതിനുള്ള മാർഗമാണ് ഡിജിറ്റലൈസേഷൻ, സാമൂഹ്യ മാധ്യമങ്ങൾ. ഓരോ വ്യക്തിയും സ്വയം മാധ്യമ പ്രവർത്തകരായി മാറുക, ദേശീയവാദിയായ മാധ്യമ പ്രവർത്തകരായി മാറുക. ദേശീയവാദികളായ മാധ്യമ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വർദ്ധിക്കുമ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റും ഡീപ്പ് സ്റ്റേറ്റും പപ്പുവിൻ്റെ മമ്മിയും എല്ലാം നിൽക്കേണ്ടടുത്ത് നിന്നുകൊള്ളും, ഇല്ലെങ്കിൽ നിർത്തും. അതാണ് ആധുനിക കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് യുദ്ധങ്ങൾ നടക്കുവാൻ പോകുന്നത് അതിർത്തിയിലല്ല,
സാമൂഹ്യ മാധ്യമങ്ങളുടെ പോർക്കളങ്ങളിലാണ്. ആ പോർക്കളങ്ങളിലെ പോരാളികളാകാൻ ഓരോരുത്തരും സജ്ജരാകണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.